كماله وإحسانه، والشكر له على توفيقه وامتنانه، ونستغفره ونستعينه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له تسبيحا بحمده، وأشهد أن محمدًا عبده ورسوله الداعي إلى رضوانه، وصلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليماً كثيراً. أما بعد، فإن أحسن الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل إن الله يضل من يشاء ويهدي من يشاء. قل إن الله يضل من يشاء ويهدي إليه من أناب. സ്നേഹധനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൻ്റെ ഭാഗമായി അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന അവൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ, വിധിവിലക്കുകൾ, അത് ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്ന് ആമുഖമായി ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ എക്കാലഘട്ടക്കാർക്കുമായി അവൻ വിശുദ്ധ ഖുർആനിലൂടെ അവൻ നൽകിയെന്ന് പറഞ്ഞ ആ ഉപദേശത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംസാരങ്ങളിലും ഉപദേശങ്ങളിലുമെല്ലാം ആവർത്തിച്ചു കൊണ്ടിരുന്ന ആ ഉപദേശത്തെ ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള വലിയ തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് അവരുടെ ദീനിനെ, അവരുടെ വിശ്വാസത്തെ, അവരുടെ ആദർശത്തെ ഒക്കെ സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ, ചോദ്യങ്ങൾ, സംശയങ്ങൾ, അത് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും എല്ലാം ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആദർശങ്ങളിൽ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസങ്ങളിൽ ഒക്കെ സംശയം ജനിപ്പിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന, ദീനുൽ ഇസ്ലാമിൻ്റെ സത്യതയെ, ദൈവികതയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ വെല്ലുവിളികൾ നേരിടുന്ന മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ശുബുഹാത്തുകൾ, ആശയക്കുഴപ്പങ്ങൾ, ചോദ്യങ്ങൾ, സംശയങ്ങൾ, ഇത് മുസ്ലിമീങ്ങൾ വളരെയധികം നേരിട്ട് കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടേത്. അന്ത്യനാളിലേക്ക് പോകും തോറും, അവസാന കാലഘട്ടത്തിലേക്ക് പോകും തോറും അത് വർദ്ധിച്ചു വരികയുള്ളൂ. പലപ്പോഴും നമ്മൾ പല ആളുകളും, മുസ്ലിം സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ അവരുടെ ആസ്വാദനത്തിന്, എൻ്റർടൈൻമെൻറ്റിന് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ, സിനിമകളാകട്ടെ, സീരിയലുകളാകട്ടെ, ഷോകളാകട്ടെ, അതിലൂടെ ഒക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതല്ല, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ന്യൂസ് കാണുകയാണ്. അതിലൂടെ പോലും ആങ്കർമാരും ന്യൂസ് ചാനലുകളും ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലൂടെ
മുസ്ലിമുകളിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അവർ പഠിക്കുന്ന സ്കൂളുകളിലെ കരിക്കുലം, കോളേജ് സിലബസുകൾ, എല്ലാ നിലക്കും ഈ ആശയങ്ങൾ അങ്ങനെ അവരിലേക്ക് വന്നുകൊണ്ടിരിക്കാം. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ എന്ന നിലക്ക്, മുസ്ലിം എന്ന നിലക്ക് നമ്മളെല്ലാവരും ഈ രംഗത്ത്, ശുബുഹാത്തുകൾ കൈകാര്യം ചെയ്യുന്ന രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ്, എങ്ങനെയാണ് ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ശുബുഹാത്തുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 2 തരത്തിലായിരിക്കും ആളുകൾ ഉണ്ടാവുക. ഒരു ശുബഹത്ത്, ഒരു ചോദ്യം, ഒരു സംശയം, അത് മനസ്സിലേക്ക് വന്നിട്ടില്ലാത്ത, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത, അങ്ങനെ ഒരു സംശയം ഒരാളുടെ മനസ്സിൽ ജനിച്ചിട്ടില്ലാത്ത ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പാലിക്കേണ്ട മര്യാദകളെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അങ്ങനെയുള്ള ശുബുഹാത്തുകൾ നമ്മളിലേക്ക് വരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. കഴിവിൻ്റെ പരമാവധി നമ്മൾ ശുബുഹാത്തുകളെ, ചോദ്യങ്ങളെ, സംശയങ്ങളെ ഒരു ഇസ്ലാം വിമർശകൻ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു ആശയത്തെ, ഒരു അടിസ്ഥാന നിയമത്തെ ചോദ്യം ചെയ്യുന്ന, അതിനെ വക്രീകരിക്കുന്ന, അതിൽ സംശയമുണ്ടാക്കുന്ന, അതിൽ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പോസ്റ്റ്, എന്തെങ്കിലും ഒരു സംസാരം, ഒരു ക്ലിപ്പ്, ഒരു എഴുത്ത്, അങ്ങനെ എന്തുമായിക്കോട്ടെ, അത് കാണാൻ, കേൾക്കാൻ ഇടയുള്ള സാഹചര്യങ്ങളിൽ മാറി നിൽക്കുക എന്നുള്ളത് നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ മര്യാദയാണ്. അതെന്താന്ന് നോക്കട്ടെ, പറയണതെന്താന്ന് കേൾക്കട്ടെ എന്നതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. സച്ചരിതരായ മുൻഗാമികൾ ആ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധയുള്ളവരായിരുന്നു. മഹാന്മാരായ താബിയങ്ങളെക്കുറിച്ച്, സഹാബത്തിനെക്കുറിച്ചൊക്കെ ഒരുപാട് ആസാറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവർ അത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങളിലും ആശയങ്ങളിലും സംശയമുണ്ടാക്കുന്ന, അതിൽ ചോദ്യം ചെയ്യുന്ന പിഴച്ച കക്ഷികൾ, വ്യതിയാന കക്ഷികൾ, അവരെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ, അവരുമായി സംസാരിക്കുന്നതിന് പോലും അവർ സമ്മതമുള്ളവരായിരുന്നില്ല. അതിനെ അവർ സമ്മതിച്ചു കൊടുത്തിരുന്നില്ല. ചെവി പൊത്തിയതായും അവരോട് ബന്ധം വെച്ച് പുലർത്തുന്നതിനെ വിലക്കിയതായും ഒക്കെ നമുക്ക് നിരവധി ആസാറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടതാണ്, ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിൻ്റെ 86-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅഅരിദ് അൻഹും. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വ്യാജമായ നിലയ്ക്ക്, തെറ്റായ നിലയ്ക്ക് അതിൽ വ്യാപൃതരാകുന്നവരെ നീ കണ്ടാൽ, അതിനെ ദുർവ്യാഖ്യാനിക്കുന്നതായി, അതിനെ വക്രീകരിക്കുന്നതായി, അതിൽ സംശയം ജനിപ്പിക്കുന്നതായി, അതിനെ പരിഹസിക്കുന്നതായി ഒക്കെ നീ കണ്ടാൽ, ഫഅഅരിദ് അൻഹും, അവരെ തൊട്ട് നീ മുഖം തിരിച്ചു കളയുക, അവരെ അവഗണിക്കുക, അവർക്ക് മുഖം കൊടുക്കാതിരിക്കുക, ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ പാലിക്കേണ്ട ഒന്നാമത്തെ മര്യാദയാണ്. ഇതൊരിക്കലും നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചു പോകരുത്, നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഇസ്ലാം തെറ്റായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇസ്ലാമിന് തെളിവില്ലാത്തത് കൊണ്ടാണോ, ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടാണോ? അതുകൊണ്ടൊന്നുമല്ല. ഇസ്ലാം ദൈവികമാണ്, അള്ളാഹുവിൽ നിന്നുള്ള മതമാണ്, എല്ലാ ചോദ്യങ്ങൾക്കും അതിന് മറുപടി ഉണ്ട്. പക്ഷേ ആ മറുപടി നമുക്കറിഞ്ഞുകൊള്ളണമെന്നില്ല. അറിയാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം വലിയ 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 ആഘാതം നമ്മുടെ മനസ്സിലതുണ്ടാക്കും, നമ്മുടെ ഈമാനതുണ്ടാക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ അത് അറിയാവുന്ന, അതിന് ഉത്തരം കണ്ടെത്താവുന്ന ഒരാൾ നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ല. ഒരാൾ നമുക്ക് ചോദിക്കാൻ ചിലപ്പോൾ മടിയായിരിക്കും, അല്ലെങ്കിൽ പേടിയായിരിക്കും. അതുകൊണ്ട് തന്നെയായിരുന്നു മുൻഗാമികൾ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശം അത് ശരിയാണ് നമുക്ക് ഉറപ്പായിട്ടുണ്ടെങ്കിൽ, അത് പ്രമാണബദ്ധമായി, അത് തെളിവുകൾ മുഖേന ബുദ്ധിപരമായി നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. പിന്നെ ആ ശരിയാണെന്ന് ബോധ്യപ്പെട്ട കാര്യത്തെ പിന്നെന്ത് ചെയ്യരുത്, അതിന് അപകടത്തിലേക്ക് കൊണ്ടുപോയി ചാടിക്കുന്ന, ആ ഈമാനിനെ കളങ്കം നിൽക്കുന്ന, അതിന് കോട്ടം തട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ, ഇദാ റഅയ്തുമുൽ ലദീന യത്തബിഊന മാ തശാബഹ മിൻ, അല്ലാഹുവിൻ്റെ ദീനിൽ മുതശാബിഹായ, വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള പ്രാമാണിക വചനങ്ങളിൽ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതിനെ വക്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നീ കണ്ടാൽ, ഫഉലൈകല്ലദീന സമ്മല്ലാഹ്, അവരെക്കുറിച്ചാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, അവരിൽ നിങ്ങൾ വേറിട്ട് കൊള്ളുക, അവരിൽ നിങ്ങൾ മാറി നിന്നുകൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. എങ്കിൽ സഹോദരന്മാരെ, നമ്മൾ പാലിക്കേണ്ട ഒന്നാമത്തെ മര്യാദ അതിൽ നിന്ന് മാറി നിൽക്കുക. ഇത്തരത്തിലുള്ള ശുബ്ഹാത്തുകളെല്ലാം രോഗമാണ്, നമ്മുടെ മനസ്സിനെ, വിശ്വാസത്തെ ബാധിക്കുന്ന രോഗമാണ്. ഒരിക്കലും രോഗം എന്നൊരു സംഗതിയിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകില്ലല്ലോ. ഒരു രോഗം കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് രോഗം എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് രോഗം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ പോവും? ഇല്ല. രോഗത്തെ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടെന്താ? ആ രോഗം വരാതിരിക്കാനുള്ള മാർഗം നോക്കുക ചെയ്യാം, അല്ലാതെ വന്നിട്ട് ചികിത്സിക്കലല്ല. ഒരു സംശയം എന്താണെന്ന് അറിഞ്ഞിട്ട് പിന്നെ സംശയത്തിന് മറുപടി കണ്ടെത്തേണ്ട ആവശ്യമില്ല. ആ സംശയം വരാതിരിക്കാനുള്ള മാർഗ്ഗമാണ് ആദ്യം നോക്കേണ്ടത്. സംശയം വന്നാൽ പിന്നെ ചികിത്സിക്കണം, അല്ലേ? രോഗം വന്നാൽ ചികിത്സിക്കണം. രോഗം ഉണ്ടാക്കിയിട്ട് ചികിത്സിക്കേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഈ ശുബ്ഹത്തുകൾ എന്ന് പറഞ്ഞാൽ അത് ഫിത്നയാണ്, നമ്മുടെ ദീനിനെ ബാധിക്കുന്ന, വിശ്വാസത്തെ ബാധിക്കുന്ന ഫിത്നയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നയെക്കുറിച്ച് എന്താ പറഞ്ഞത്? മൻ തശറഫ ലഹാ തസ്തശ്രിഫുഹു. അതിലേക്ക് ആരെങ്കിലും തലയിട്ടാൽ അതവനെ പിടികൂടും. ഫിത്നയിലേക്ക് തലയിടാൻ പോയാൽ ഫിത്ന അവനെ പിടികൂടുമെന്നാണ്. അതുകൊണ്ട് ഫിത്ന എവിടെ ഉണ്ടോ അവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് മുസ്ലിമിൻ്റെ സമീപനം. അതാണ് വിശ്വാസിയുടെ നിലപാട്. ഫമൻ വജദ മിൻഹ മൽജഅൻ മആദൻ ഫല്യഉദ് ബിഹി. ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വല്ല മാർഗവും ആരെങ്കിലും കണ്ടെങ്കിൽ അതിലവൻ മുറുകെ പിടിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലൂടെ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഒരു സംശയത്തിൽ അകപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി നമ്മുടെ മനസ്സിലേക്ക് ഒരു സംശയം രോഗം ബാധിച്ചു, ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വന്നു, നമ്മൾ കണ്ടു, നമ്മൾ അറിയാതെ കണ്ടുപോയി, കേട്ടുപോയി, ഒരു സംശയം നമ്മുടെ മനസ്സിലേക്ക് വന്നു. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവിടെ നമ്മൾ പാലിക്കേണ്ട, നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. അതിൽ ഒന്നാമത്തെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സംശയം, ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴേക്ക് നമ്മളത് ഭയങ്കര സംഭവമായി, പ്രശ്നമായി, വിശ്വാസത്തിൽ നമുക്ക് സംശയം വന്നു, അങ്ങനെ ഒരു നിലപാടിലേക്ക് നമ്മൾ മാറാതിരിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മളങ്ങോട്ട് ദുർബലരാകാതിരിക്കുക. ഒരു സംശയം വരുമ്പോഴേക്കും നമ്മൾ ദുർബലരാകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, എലിയെ പേടിച്ച് ഇല്ലം കത്തിക്കരുതെന്ന് പറയും. എലിയെ പേടിച്ചിട്ട് ഇല്ലം കത്തിക്കുക എന്താ എന്ന് പറഞ്ഞാൽ, ചെറിയൊരു വിഷയത്തെ വലിയ സംഭവമായി, വലിയൊരു കാര്യമായിട്ട് കണ്ട് അതിനങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ മാനസികാവസ്ഥ മാറാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു സംശയത്തെ സംശയമായി കാണുന്നത് ഒരു സംശയമാണ്, അതൊരു ചോദ്യമാണ്, അതിൻ്റെ ഉത്തരം എനിക്കറിയില്ല, അങ്ങനെ വെച്ചാൽ മതി. അതിന് പിന്നെ എന്താ, അത് കുറേ ചിന്തിച്ച് ആലോചിച്ച് കൂട്ടി വലിയ സംഭവമാക്കി, മനസ്സിലെന്തോ വലിയ കാര്യങ്ങളാക്കി, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ആലോചിച്ചുണ്ടാക്കി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് റബ്ബിനോട് ശരണം തേടുക, അള്ളാഹുവിനോട് ഹിദായത്തിനെ ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഹിദായത്ത് നൽകുന്നവൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും വിവേകമുള്ളവരാണെങ്കിലും കഴിവുള്ളവരാണെങ്കിലും ഒക്കെ അൽ ഖുലൂബു ബൈന ഇസ്ബിഐനി മിൻ അസാബി അർ റഹ്മാൻ, മനുഷ്യരുടെ ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ 2 വിരലുകൾക്കിടയിലാണ്. യുഖല്ലിബുഹ കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്ന പോലെ അതിനെ തിരിച്ചു കളയും. അതുകൊണ്ട് നമ്മൾ വളരെയധികം പേടിക്കണം. ഹിദായത്ത് ഏത് സമയവും നമുക്ക് നഷ്ടപ്പെടാം, ഏത് സമയവും അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും ശിർക്ക് ചെയ്യുന്നതിന് ഭയപ്പെട്ടിരുന്നെങ്കിൽ, സഹോദരന്മാരെ, ശിർക്കിലേക്ക് പോകുന്ന വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിന് ഭയപ്പെട്ടിരുന്നെങ്കിൽ, സച്ചരിതരായ മുൻഗാമികൾ, ഏറ്റവും വലിയ ഈമാനുള്ള ദീന് ബോധ്യപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ച സച്ചരിതരായ മുൻഗാമികൾ, സഹാബത്തും താബീയങ്ങളും ഈ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിന് ഭയപ്പെട്ടിരുന്നെങ്കിൽ, നിഫാഖ് വരുന്നതിന് ഭയപ്പെട്ടിരുന്നെങ്കിൽ, നമ്മൾ എത്രത്തോളം ഭയപ്പെടണം, എത്രത്തോളം ജാഗ്രത നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ജാഗ്രതയും ഭയവും റബ്ബിലേക്കുള്ള ആത്മാർത്ഥമായ തേട്ടവും അതുണ്ടാവുക എന്നുള്ളത്, അള്ളാഹുവിനോട് ഹിദായത്തിനെ ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മൂന്നാമതായി ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്, ഒരു സംശയം നമ്മുടെ മനസ്സിലേക്ക് അകപ്പെട്ടു പോയാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സംശയം, ഒരു ചോദ്യം മറ്റുള്ളവരുമായി നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ, നമ്മളെപ്പോലെയുള്ള ഒരുപാട് സാധാരണക്കാർ നമ്മുടെ കുടുംബത്തിലുണ്ടാവും, നമ്മുടെ കൂട്ടുകാരിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാവും. അവരോടൊക്കെ നമ്മൾ മനസ്സിലുള്ള സംശയം ഇങ്ങനെ പോയി പറഞ്ഞാൽ എന്താ അതിൻ്റെ ഫലം ഉണ്ടാവുക? അവർക്കും അതിൻ്റെ ഉത്തരം അറിയില്ല, നമുക്കും അതിൻ്റെ ഉത്തരം അറിയില്ല. നമുക്കുള്ള സംശയം അവർക്കും കൂടിയാണ്ട് വരികയാണ്. അവർ ഇത്ര പോലും ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത, അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തൊരു പ്രശ്നം അവരിലേക്ക് കൂടി എത്തുകയാണ്. ഒരു പക്ഷേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് ആ സംശയം തീരും, പക്ഷെ അവർക്കത് തീർന്നില്ലെങ്കിലോ അവരുടെ ഈമാനാണ് അവിടെ പ്രശ്നത്തിലാകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മുടെ സഹോദരങ്ങളിലേക്ക്, ചില ആളുകൾക്കൊക്കെ അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു ചോദ്യം വരുമ്പോൾ തന്നെ പിന്നെ അവരുടെ പരിചയത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അതിങ്ങനെ ഇടലാണ്, ആർക്കെങ്കിലും ഇതിൻ്റെ ഉത്തരം അറിയുമെന്ന് ചോദിച്ചിട്ട്. അത് ചോദിക്കേണ്ട ആളുകളോട് ചോദിക്കല്ല, എല്ലായിടത്തും പരക്കത് വ്യാപിപ്പിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മൾ സ്വീകരിക്കേണ്ട അടുത്തൊരു മര്യാദയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ,
നമ്മൾ പറഞ്ഞില്ല, രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കണം. രോഗം വന്നാൽ നമ്മൾ ഡോക്ടർമാർ പോയി കാണുമല്ലോ, അല്ലെ, ഹോസ്പിറ്റലിൽ കാണിക്കുമല്ലോ, ഡോക്ടറെ കാണിക്കും. അതേ പരിപാടി ദീനിൻ്റെ വിഷയത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ സംശയമുണ്ടായാൽ ആ സംശയം ചോദിക്കേണ്ടവരോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക, ആ സംശയത്തിന് ദൂരീകരണം വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നമാ ശിഫാഉൽ ഇയ്യി അസ്സുആൽ. അറിവില്ലായ്മയുടെ പരിഹാരമെന്നുള്ളത്, അതിനുള്ള ശമനമെന്നുള്ളത് ചോദ്യമാണ്. ആ സംശയം മനസ്സിൽ ഇങ്ങനെ കൊണ്ടെടുക്കല്ല വേണ്ടത്, അത് ചോദിക്കേണ്ട, അതിനെക്കുറിച്ച് അറിവുള്ള വിവരമുള്ള പണ്ഡിതന്മാരോട്, ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട്, യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് അതിനുള്ള ഉത്തരം കണ്ടെത്തുക. പലപ്പോഴും ചില ആളുകൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, അത് എവിടെയെങ്കിലും പോയി, ഇപ്പോൾ ഒരു സംശയം വന്നാൽ നേരെ ഗൂഗിൾ ചെയ്യുക, എന്നിട്ട് ആദ്യം കിട്ടുന്ന റിസർച്ച് 1, 2, 3 സെർച്ചിൽ വരുന്ന ആ ഒരു ഇതിൽ നിന്ന് അതിന് ഉത്തരമാണ് കണ്ടെത്തുക. ഉത്തരം കിട്ടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, ശരിയായ ഉത്തരം കിട്ടുക എന്നുള്ളതാണ്. എൻ്റെ സംശയത്തിന് എങ്ങനെയെങ്കിലും ഉത്തരം കിട്ടിയാൽ മതി എന്നല്ല നമ്മൾ കരുതേണ്ടത്. ദീനിൻ്റെ അടിസ്ഥാനങ്ങൾക്കും പ്രമാണങ്ങൾക്കും വിരുദ്ധമല്ലാത്ത, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്കും അടിത്തറകൾക്കും തെറ്റല്ലാത്ത രീതിയിലുള്ള ഉത്തരം കിട്ടണം. അല്ലെ, ഉത്തരം എങ്ങനെയെങ്കിലും ഉത്തരം പറയാൻ ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്, അല്ലേ, ഉത്തരാവും. പക്ഷേ ആ ഉത്തരം നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി ദീനിൻ്റെ പല അസ്ലുകളും അവിടെ പൊളിഞ്ഞിട്ടുണ്ടാവും. ഇസ്ലാമിൻ്റെ പല അടിസ്ഥാന അഖീദയും ആദർശ വിഷയങ്ങളും അപ്പുറത്ത് പൊളിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ വിശ്വാസത്തിൽ ആ ഒരു വ്യതിയാനം കടന്നു വന്നിട്ടുണ്ടാവും, അത് നമുക്കറിയില്ല. അതുകൊണ്ട് ശരിയായ സ്രോതസ്സിൽ നിന്ന്, സലഫികളായ ഉലമാക്കളിൽ നിന്ന്, അങ്ങനെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന്, അങ്ങനെയുള്ള പ്രബോധകരിൽ നിന്ന്, അവരോടായിരിക്കണം നമ്മൾ സംശയങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. വിശ്വാസത്തിൽ, അഖീദയിൽ ശരിയായ മാർഗത്തിലാണ് നമുക്ക് ഉറപ്പുള്ളവരിൽ നിന്ന്. അല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഉത്തരം കിട്ടിയാൽ തന്നെ സമാധാനത്തോടെ ഇരിക്കാം എന്നുള്ള നിലപാടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 4-5 സംശയം കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം ഒന്നായിട്ട് തെറ്റിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇനി 6ാമത്തെ ഒരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സംശയമുണ്ടാകുന്ന വിഷയങ്ങളിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു സംശയം നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ നീതിക്ക് വിരുദ്ധമായൊരു പ്രവർത്തനം ചെയ്തു എന്നൊരാൾ പറയാമെന്ന് കരുതാം. ദീനിൻ്റെ ഭാഗമായി നമ്മൾ പഠിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലുമാണ് ഏറ്റവും വലിയ നീതിമാന്മാർ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമൻ യഅദിലില്ലാ ഇല്ലം യഅദിലില്ലാഹു വറസൂലുഹു. അള്ളാഹുവിൻ്റെ പ്രവാചകനും നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആര് നീതി കാണിക്കാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലും നീതിമാന്മാരാണ്. ആ വിഷയത്തിൽ സംശയമില്ല, തർക്കമില്ല. അത് നമ്മുടെ അഖീദയാണ്. ആ അഖീദ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ അടിസ്ഥാനത്തിന് വിരുദ്ധമായൊരു ചോദ്യമാണ് നമ്മൾ നേരിട്ടിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ഈ സംശയത്തെ സംശയമായി കാണാം, അല്ലാതെ ഈ അടിസ്ഥാനത്തെ പൊളിക്കലല്ല. അടിസ്ഥാനത്തിന് തെറ്റാന്ന് പറയരുത്, അതൊരു സംശയമാണ്. ഞാൻ മനസ്സിലാക്കിയ ദീനിൻ്റെ ബേസിനോട് അത് എതിരാണ്. അതിനുള്ള ഉത്തരം എന്താണെന്ന് കണ്ടെത്തണം, അതിൻ്റെ പരിഹാരം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം. അത് അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ തന്നെ തെറ്റാന്ന് ഒരു ചോദ്യം വരുമ്പോൾ നമ്മളങ്ങോട്ട് അങ്ങനെ ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് ഏറ്റവും വലിയ അബദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ചോദ്യത്തിനും 2 തരത്തിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. 2 തരത്തിൽ ഉത്തരം ഉണ്ടാവും. ഒന്ന്, ആ ചോദ്യത്തെ അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരം പറയാം, അതിനെ അഡ്രസ്സ് ചെയ്യുക. 2ാമത്തൊരു ഉത്തരം എന്താണ്? അത് ബാത്തിലാണ് നമ്മൾ അറിയുക എന്നുള്ളതാണ്. ആ ചോദ്യം ശരിയല്ല, അത് തെറ്റാണ് എന്ന് നമുക്ക് അറിയണം. എങ്ങനെ അറിയാൻ പറ്റും? ശരി എന്താണ് നമ്മൾ അറിഞ്ഞാൽ മതി. അതിനെതിരായ ശരി എന്താണെന്ന് തെളിവുകളോടുകൂടെ ബോധ്യപ്പെട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബുദ്ധിക്ക് കൺവിൻസിങ് ആയ രൂപത്തിൽ ഇസ്ലാമിൻ്റെ ആദർശവും അഖീദയും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് ഹക്കാണ്, നമുക്ക് ബോധ്യമുണ്ട്. അത് ഹക്കാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? അതിൻ്റെ ഓപ്പോസിറ്റ് ബാത്തിലാണ്, അതിനെതിരായത് ബാത്തിലാണ്. അത് ഉറപ്പല്ലേ? ഒരു കാര്യം ഹക്കാണെന്ന് ബുദ്ധിപരമായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെതിരായത് ബാത്തിലാണെന്ന കാര്യം ഉറപ്പാണ്. അത് അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു മറുപടിയാണത്. മറുപടി രണ്ട് രീതിയിലുണ്ട്. ഒരു മറുപടിയാണത്. അങ്ങനെ നമ്മൾ മറുപടിയെ മനസ്സിലാക്കുക. പിന്നെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് പിന്നെ നമുക്ക് അന്വേഷിക്കാം, പഠിക്കാം, അത് ചോദിക്കാം, അറിയാം. അത് നമ്മൾ സ്വീകരിക്കേണ്ട ആ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട മറ്റൊരു നിലപാടാണ്. ഇത്തരത്തിൽ നമ്മൾ എല്ലാ വിഷയത്തിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ, ശുബ്ഹാത്തുകൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട രീതി എന്താണെന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമുക്ക് ദീനിൻ്റെ വിഷയത്തിൽ വരുന്ന ചോദ്യങ്ങൾ, സംശയങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യുവാൻ, പ്രാമാണികമായി അതിനുള്ള ഉത്തരം കണ്ടെത്തുവാൻ, ദീനിൽ അടിയുറച്ച് നിലകൊള്ളുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ, അങ്ങനെ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശുബ്ഹാത്തുകൾ നമ്മിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ശുബ്ഹത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇത്തരത്തിലുള്ള ശുബ്ഹാത്തുകൾ ഏറ്റവും അധികം അത് ബാധിക്കുന്നതും കടന്നു വരുന്നതും നമ്മളിലെ ചെറുപ്പക്കാരിലേക്കാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലേക്ക്, വിദ്യാർത്ഥി പ്രായത്തിലുള്ള മക്കളിലേക്ക്. അവരെയാണ് ഏറ്റവും അധികം ഈ ശുബ്ഹാത്തുകൾ വേട്ടയാടുന്നത്. കാരണം മുസ്ലിമീങ്ങളായി ജനിച്ച് ജീവിച്ച് കുടുംബവും കല്യാണവും ജോലിയും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വളർന്നു വന്ന ഒരു സാധാരണക്കാരൊരു മനുഷ്യൻ, അവരെ പിന്നെ അതിൽ നിന്ന് തെറ്റിച്ച് മറ്റൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അത് ഏറെക്കുറെ അസാധ്യമാണ്. വളരെ വിരളമായി മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് ഈ പറഞ്ഞ ഈ ശുബ്ഹാത്തുകൾ പടച്ചുവിടുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ അവർ ഉന്നം വെക്കുന്നത് ആരെ? ഈ പറഞ്ഞ സാമൂഹിക കെട്ടുപാടുകളും ചുറ്റുപാടുകളും ഒന്നും അകപ്പെട്ടിട്ടില്ലാത്ത വളർന്നു വരുന്ന ഒരു സമൂഹത്തിലേക്ക് ഇഴകിച്ചേരാൻ നിൽക്കുന്നവരായിട്ടുള്ള നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ളവരെയാണ് ഏറ്റവും അധികം ഇത്തരത്തിലുള്ള ആളുകൾ വേട്ടയാടുന്നത്. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, കോളേജ് തലങ്ങളിൽ, ക്യാമ്പസുകളിൽ ഏറ്റവും അധികം പ്രചാരം കിട്ടുന്ന, ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ചേരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഈ രൂപത്തിലുള്ള നിർമ്മത നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ അതിൻ്റെ ബാക്കിയായിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും അധികം പൊതുവേ ക്യാമ്പസുകളിൽ സ്വാധീനമുള്ളത്. എന്നാൽ ക്യാമ്പസ് കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തുമ്പോൾ അവരൊന്നും പിന്നെ ആ വഴിക്ക് കാണാനില്ല. എന്താണ് അതിൻ്റെ കാരണം? ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഇവരുടെ ശുബ്ഹാത്തുകൾക്ക് അവരെ കിട്ടുന്ന ഒരു പ്രായമാണ്. അതിൻ്റെ ഇടയിൽ പലരെയും അവർ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ ചെറിയ വളർന്നു വരുന്ന മക്കളെ നമ്മൾ ഇത്തരത്തിലുള്ള ശുബ്ഹാത്തുകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, അതിൽ നിന്ന് സംരക്ഷണം അവർക്ക് ഒരുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അത് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്താണ്? ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു മാർഗങ്ങൾ നമ്മൾ പറയുമ്പോൾ അവരെ നിർബന്ധിപ്പിച്ച്, അവരെ പിന്നെ എന്താ പറയുക, ഒരു ഫോഴ്സ് ചെയ്തുകൊണ്ട് അവരെ ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ അടിച്ചിട്ടോ ശകാരിച്ചിട്ടോ ഒക്കെ ചെയ്യുക എന്നുള്ളതല്ല. ബോധ്യപ്പെടുത്തി അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവർക്ക് ഹിദായത്ത് ലഭിക്കണമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടി ആ രൂപത്തിൽ അവരെ പിന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അത് ആ ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ അല്ലെങ്കിൽ മക്കൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരിക്കലും ഒരു 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലമുള്ള ആളുകളുടെ മനസ്ഥിതിയേ അല്ല ഇപ്പോൾ വളർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ളത്. അവരുടെ മാനസികാവസ്ഥയും ചിന്തയും അവരുടെ ഇമോഷണൽ ഇൻ്റലിജൻസും എല്ലാം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. അവരുടെ കാഴ്ചപ്പാടുകൾ മുഴുവൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു നിർബന്ധിച്ചൊരു കാര്യം പറഞ്ഞു എന്നുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ശകാരം പിടിച്ചുകൊണ്ടൊന്നും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ കാര്യമില്ല. അവർക്ക് ബോധ്യമാകുന്ന രൂപത്തിൽ ബോധ്യപ്പെടുത്തുക, തെളിവുകൾ കൊണ്ട് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനം തെളിവുകൾ നിരത്തി കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട 4 ഏരിയകൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വം, അവൻ്റെ റുബൂബിയത്ത്, അവൻ്റെ രക്ഷാകർതൃത്വം. ഇത് തെളിവുകൾ കൊണ്ട് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബൂവത്താണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നുബൂവത്ത് തെളിവുകൾ സഹിതം അത് സത്യമാണെന്ന് അവർ മറ്റുള്ളവരോട് തർക്കിക്കാൻ പറ്റണം. അങ്ങനെ അവർക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റണം. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ അല്ല എന്ന് പറയാൻ അവരുടെ മുമ്പിലേക്ക് പറയാൻ പറ്റാൻ പാടില്ല. ആ രൂപത്തിലേക്ക് അവരുടെ വിശ്വാസം രൂഢമൂലമായിരിക്കണം. വിശുദ്ധ ഖുർആൻ്റെ സത്യത അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, മറ്റുള്ളവർക്ക് ആ രൂപത്തിൽ അവർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റണം. ഇസ്ലാം ആകുന്ന ഇസ്ലാമിക ദീനിൻ്റെ അതിൻ്റെ പരിപൂർണത, അതിൻ്റെ പെർഫെക്ഷൻ, ഈ 4 കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ചെറുപ്പക്കാർക്ക് നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ, തെളിവുകൾ നിരത്തിക്കൊണ്ട് ബുദ്ധിപരമായി അവരെ ചിന്തയെ തൊട്ടുണർത്തുന്ന രൂപത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ പിന്നെ ഒരു ശുബ്ഹത്തും അവരെ യേശൂല, ഒരു ചോദ്യം അവരെ യേശൂല. നമ്മൾ ഈ നേരത്തെ ഖുത്ബയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും ഓട്ടോമാറ്റിക്കലി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല, തന്നാലുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും.
ശുഭത്തിന് ശുഭത്തായി അവർ കാണുള്ളൂ, അത് ദീനിനെ ബാധിക്കൂല. കാരണം അവർക്ക് ബോധ്യപ്പെട്ടതാണ് ദീനിൻ്റെ സത്യത, അവർക്ക് ബോധ്യപ്പെട്ടതാണ് റസൂലുള്ളാഹിൻ്റെ നുബുവത്ത്, അവർക്ക് ബോധ്യപ്പെട്ടതാണ് ഇസ്ലാമിൻ്റെ പെർഫെക്ഷൻ. അപ്പോൾ അതങ്ങനെ ബോധ്യപ്പെടുത്തുക, തെളിവുകൾ നിരത്തി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. രണ്ടാമതായി ചിന്തയെ പ്രോത്സാഹിപ്പിക്കുക. ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള അല്ലാഹു സുബ്ഹാനഹു സ്വാലിഹീങ്ങളുടെ സച്ചരിതരുടെ അടയാളമായി വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ് തഫക്കുർ, ചിന്തിക്കുക എന്നുള്ളത്. ചിന്തിക്കുക. എന്തൊക്കെ ചിന്തിക്കണം? നമ്മൾ പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2-3 ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ് അതിൽ പ്രോത്സാഹനമുള്ളത്. ഒന്നാമത്തേത് വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളെക്കുറിച്ച്, ഖുർആനിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക. അത് പിന്നെ പരിധി വിട്ട് എന്തും എങ്ങനെയും തോന്നിയ പോലെ ചിന്തിക്കലല്ല, അതിൻ്റെ ശരിയായ ആയത്തിലുള്ള ആശയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചിന്ത. അത് നമുക്ക് മലയാളത്തിൽ മുഹമ്മദ് അമാനി മൗലവി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ ഉപയോഗിക്കാം, ഉമർ മൗലവിയുടെ തഫ്സീർ ഉപയോഗിക്കാം. അങ്ങനെയുള്ള തഫ്സീറുകളൊക്കെ വായിച്ചിട്ട് ആ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കുക. ഒരു ദിവസം ഒരു ആയത്ത് ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നമ്മുടെ മക്കൾ ദീനിൽ ഉറച്ചു നിൽക്കാൻ ഒരു ആയത്തിനെക്കുറിച്ച് അവരൊന്നിരുന്ന് ആലോചിച്ചാൽ മതി. വായിച്ചു പോകുന്നുള്ളത്, അതിലേക്ക് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുത്തമമായ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ട മലയാളത്തിലെ ഗ്രന്ഥങ്ങളുണ്ട്. അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയുടെ അൽ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞ ഗ്രന്ഥം നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ. അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു പോകുന്നതിനപ്പുറം അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെക്കുറിച്ചും പരിപൂർണതയെക്കുറിച്ചും ഇരുന്നാലോചിക്കാൻ നമ്മളവർ പ്രേരിപ്പിക്കണം. അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനോടുള്ള സ്നേഹം മനസ്സിൽ, അതുകൊണ്ട് മനസ്സ് നിറയുന്ന മക്കളായി അവർ മാറും. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ അവർ അതിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. മൂന്നാമതായി പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്. എത്ര ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സംവിധാനിച്ച ഉന്നതമായ സംവിധാനങ്ങളെക്കുറിച്ച്, ഇതിലെ സങ്കീർണതകളെക്കുറിച്ച് ചിന്തിക്കുക. അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ നമുക്കിന്ന് ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. അത്തരത്തിലുള്ള പുസ്തകങ്ങൾ, പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച്, ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ തന്നെ ഒരുപാട് തിരിച്ചറിവ് കിട്ടും അല്ലേ? ഇനി അതല്ല, അത്തരത്തിലുള്ള ക്ലിപ്പുകൾ, സംസാരങ്ങൾ, അത്തരത്തിലുള്ള പിന്നെ പല വീഡിയോസൊക്കെ നമുക്ക് അവൈലബിളാണ്. അതൊക്കെ ഒന്നിരുന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പ്രേരണ കൊടുത്തു നോക്കി, അപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഔന്നിത്യവും അവൻ്റെ പരിപൂർണതയും അവൻ്റെ വലിപ്പവും ഈ പറഞ്ഞ ഈ നിരീശ്വരവാദ നിർമ്മത പ്രസ്ഥാനങ്ങളുടെ അതിൻ്റെ നിരർത്ഥകതയും അവർക്ക് ബോധ്യപ്പെടാൻ അതൊക്കെ തന്നെ മതി. അത്തരത്തിൽ അവരെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ഈ വ്യതിയാന ചിന്തകൾ, വ്യതിയാന പ്രത്യയശാസ്ത്രങ്ങൾ, ഇത് അവരിലേക്ക് വരുന്നതിനെക്കുറിച്ച് അവർക്ക് ജാഗ്രത കൊടുക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാതെയാണ് അവർ ഈ ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പും ഒക്കെ നോക്കിയിരിക്കുന്നത്. ഇങ്ങനെ കുറേ ആളുകളുണ്ട്, ഇങ്ങനെ കുറേ ആളുകൾ ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ട്, നമ്മുടെ വിശ്വാസം കുളം തോണ്ടാൻ വേണ്ടി നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അല്ലേ, നമ്മുടെ അഖീദ പൊളിക്കാൻ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്, നമ്മുടെ പിന്നെ സദാചാരബോധം ഇല്ലാതാക്കാൻ നിൽക്കുന്ന, ഇതൊന്നും അവർക്കറിയില്ല. എന്നിട്ടാണ് അവരിതൊക്കെ കാണാൻ പോകുന്നത്. അത് കാണുന്നതിന് മുമ്പ് അവർക്ക് നമുക്ക് ബോധ്യപ്പെടുത്തണം, ദുനിയാവ് എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റണം. ഇവിടെ എന്താ ഉള്ളത്? നിങ്ങൾ ഫോൺ തുറന്നാൽ എന്താ മോനെ അതിൽ കാണുക, എന്താ മകളെ നീ അതിൽ കാണുക, സ്കൂളിൽ പോയാൽ കോളേജിൽ പോയാൽ എന്തൊക്കെ നിനക്ക് അവിടെ ഉണ്ടാവും, എന്തൊക്കെ അവർ പറയും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുക, നേരത്തെ അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആ വിഷയത്തിൽ ഈമാനിൻ്റെ മാധുര്യം അവർക്ക് ലഭിക്കുവാൻ, ഇസ്ലാമിൻ്റെ മാധുര്യം ലഭിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാം സ്വീകരിച്ച, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുടെ കഥകൾ, ചരിത്രങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ. അതൊക്കെ ഒന്ന് കാണാനും കേൾക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമുക്ക് പറ്റിയാൽ അത് വളരെയധികം, അത്തരത്തിലുള്ള സ്രോതസ്സുകൾ അവർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വളരെയധികം ഈമാനിൻ്റെ മാധുര്യം അവർക്ക് കിട്ടുവാൻ അത് കാരണമാവും. അതുപോലെ തന്നെ ദീനിൻ്റെ മഹത്വവും ദീനിൻ്റെ ആവശ്യകതയും അതിൻ്റെ പരിപൂർണതയും ബോധ്യപ്പെടുത്തി കൊടുക്കുക. അങ്ങനെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഉള്ള പിന്നെ മറുപടി, ഒരു ശുബഹത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അവരോട് ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇസ്ലാമിലെ നിയമങ്ങളെക്കുറിച്ചുള്ള ഹിക്മത്തുകൾ. ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങൾക്കും ഹിക്മത്തുകളുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെ ഹിക്മത്ത് നമുക്ക് ബോധ്യപ്പെടണമെന്നില്ല. എന്നാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഹിക്മത്തുകൾ തന്നെ ഒരുപാടുണ്ട്. ഇസ്ലാമിലെ നിയമങ്ങളുടെ ഹിക്മത്തുകൾ ബോധ്യപ്പെട്ടുള്ള ഗുണം എന്താ? ഈമാൻ വർദ്ധിക്കും. ഹിക്മത്ത് അറിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഈമാൻ കുറയൂല. ഒന്നിൻ്റെ ഹിക്മത്ത് അറിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഈമാൻ കുറയൂല. പക്ഷേ ഹിക്മത്ത് അറിഞ്ഞാൽ അത് ഈമാൻ കൂടാൻ കാരണമാവും, ഇസ്ലാമിൻ്റെ സത്യത ബോധ്യപ്പെടുന്നത് കാരണമാവും. ആ ഹിക്മത്തുകളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റാം. ശരിയായ പ്രാമാണികരായ പണ്ഡിതന്മാർ ഹിക്മത്തുകൾ വിശദീകരിക്കും, അതിൻ്റെ
ഓരോ ഹുക്മുകൾ പറയുമ്പോൾ ഇസ്ലാം എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആ വിധി എന്തിനു വെച്ചു, എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത്, എന്താണ് സമൂഹത്തിന് അതിൻ്റെ നേട്ടം, എന്താണ് വ്യക്തികൾക്ക് അതുകൊണ്ടുള്ള നേട്ടം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക, അത്തരത്തിലുള്ള സ്രോതസ്സുകൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ അവസാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല കൂട്ടുകെട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുക. നല്ല കൂട്ടുകാരെ, നല്ല കൂട്ടുവലയങ്ങളെ, നല്ല സുഹൃത്ത് വലയങ്ങളെ അവർക്ക് നൽകാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. നല്ല കൂട്ടുകെട്ടിനെ അവർക്ക് കൊടുക്കാൻ പറ്റിയാൽ സഹോദരന്മാരെ, മറ്റെന്തിനേക്കാൾ നമ്മുടെ മക്കൾക്ക് എത്ര കോടികൾ നമ്മൾ ചിലവഴിച്ച് എന്ത് കൊടുക്കണേക്കാളും ഏറ്റവും വലുതാണ് നല്ല കൂട്ടുകെട്ട് കൊടുക്കാൻ പറ്റുക, ദീനുള്ള കൂട്ടുകെട്ട് കൊടുക്കാൻ പറ്റുക. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായ ശുബുഹാത്തുകളെ അതിനെ ശരിയായ രൂപത്തിൽ പ്രാമാണികമായി കൈകാര്യം ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ദീനിൽ അത് ഉറച്ചു നിൽക്കുവാൻ, അതിൻ്റെ സത്യത, അതിൻ്റെ ശരി ആണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ വക്താക്കളാകുവാൻ അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ, നമ്മുടെ വിദ്യാർത്ഥിനികളെ ഇത്തരത്തിലുള്ള ശുബഹാത്തുകളിൽ നിന്ന്, ഇത്തരത്തിലുള്ള സംശയ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനിൽ അടിയുറച്ച് നിലകൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين ودمر أعداءك أعداء الدين. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.